കിടാനവർക്ക് ഹായ് ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിപ്പോൾ ഞാൻ സുബൈക്ക് തന്നെ വ്ളോഗ് സ്റ്റാർട്ടാക്കി. സുബൈക്ക് എണിച്ചിട്ടായി. ഇപ്പോൾ ഞാൻ തുണി ബേം കാതിട്ടിടാൻ ചൊല്ലിട്ട് കിടാവണിച്ചിന്. അങ്ങനെ കിടാവനിപ്പോൾ നോക്കാനല്ല ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ പണിയപ്പോൾ ബേം ആവുമല്ലോ എന്ന് ചൊല്ലിട്ട് ഞാൻ തുണി കയറ്റി ആർത്തിട്ടുകൊണ്ടുള്ളത്. അങ്ങനെ രണ്ടാൾ എൻ്റെ സിസ്റ്റേഴ്സ്മാർ വന്നിന്. അങ്ങനെ അവരിപ്പോൾ ഇടാൻ അവർ മെയിൻറ്റെയിൻ ആക്കുന്നു. അവ ഇന്ന് സുബൈക്ക് ബിയന്നെ എണിച്ചിന്. നൈറ്റ് നല്ല ഉറങ്ങിന്. ചില നടുവിലെല്ലാം എണിക്കുന്ന അകത്തുണ്ടോ. ഇന്നലെ ജാവും അതെല്ലാം ആക്കിയിട്ടില്ല. ഇന്നലെ നല്ല കറക്റ്റ് ഉറങ്ങിയിട്ട് സുബൈന്നെ എണിച്ചിട്ടിരുന്നിന്. അങ്ങനെ അവരും സുബൈക്ക് എണിച്ചിട്ട് അവർക്ക് ഇടാനെ മെയിൻറ്റെയിൻ എല്ലാം ആക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പണി ബിയാന്നല്ലേ എന്നിട്ട് ഞാൻ ബേം തുണിയെല്ലാം ആർത്തിട്ടുകൊണ്ടുണ്ട്. ഇത് നോക്കില്ല, ബിന്ദി കേടി നോക്കില്ല. ഇത് ചിന്തില്ല, മുള്ളു പോലെ ഉണ്ട്. ഇതിലായിരുന്നു. ഇനി നോക്കില്ല. ബിന്ദി കേടി എല്ലാം കണ്ടിപ്പോൾ ഭിത്തി കേക്കൊന്നൊക്കെ ഇത് ചന്തല്ലേ നോക്കുക. അങ്ങനെ ഒരു നാഷ്ട ആക്കൊന്നിരുന്ന് അവർക്ക് കുടിക്കാൻ ഞാൻ കണ്ണാക്കിന്ന് ചെല്ലെങ്കിൽ അവർ ചായ കുടിക്കുന്നില്ല, കണ്ണ കുടിക്കുന്ന. അതിൻ്റെ പിന്നെ എന്നിട്ട് ടി വി നോക്കിക്കൊണ്ടുണ്ട്. നാഷ്ട എല്ലാം ആക്കിയിട്ട് ടി വി നോക്കുന്ന ബിസി. ഞാൻ മടിയിലിരുന്നിട്ട് സൗണ്ട് ആക്കിക്കൊണ്ടുണ്ട് ഇരുന്നിട്ട്. ഇപ്പോഴത്തെ നാഷ്ട എല്ലാമായി, ഓരോതുമായി, എല്ലാവരും എൻ്റെ പണിയുമായി. കുറച്ച് തുണി കരുന്ന പണിയും പിന്നെ നാശത്തെ പണി എല്ലാം ആയി. ഉള്ളത് അടിക്കുന്ന തോത്തുന്നത് ഇതെല്ലാം. പിന്നെ ചോറും കറിൻ്റെതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നാളത്തെ ഒരു മസാല എല്ലാം റെഡിയാക്കി വെക്കൊണ്ട് നാളെ ബേർഡേ ഞാൻ ചെയ്ത് നിങ്ങളിൽ കിടാനേ. അപ്പോൾ സിമ്പിളാക്കുന്ന പണി ഇരിക്കുന്നതന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഞാൻ ഒറ്റക്കുള്ളത് കൊണ്ട് ഞാൻ എന്നാ മസാല എല്ലാം ഇന്ന് തന്നെ റെഡിയാക്കിയിട്ട് വെക്കണമെന്ന് വിചാരിച്ചിനി. ഇനി നാളൊക്കെ അതൊന്നും വെക്കുന്നില്ല, നാളെ വ്ളോഗുണ്ട്. അപ്പോൾ അതെല്ലാം ആകുന്നില്ല. അപ്പോൾ ഇന്നാക്കി വെച്ചാൽ നമുക്ക് നാളെ ഹെൽപ്പാണ്, ഈസിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ എനിക്ക് മസാലയൊക്കെ എളുപ്പം അരച്ചിട്ടല്ലേ വെക്കുന്നത്. പിന്നെ ഉരുള കൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പാണ്. ഇന്നലെ വന്നിന്. അങ്ങനെ ഒരു കിടാനെല്ലാം ഒരു ഇന്ന് മെയിൻറ്റെയിൻ ആക്കി. അങ്ങനെ ആയിക്കൊണ്ട് ഒരു കുറച്ച് നാക്കെല്ലാം ഉണ്ടാവും. സ്കൂൾ റജ അല്ലേ ഇപ്പം സ്റ്റാർട്ട് ആവടത്തോളം ഒരു തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു കിടാനെ കുറച്ച് മെയിൻറ്റെയിൻ ആക്കുമ്പോൾ എൻ്റെ പണിയാണെന്നാണ്, ഈസിയാണ്. പിന്നെ കിടാവ് ഫുഡൊന്നും തിന്നിട്ടില്ല. എന്തൊക്കെ കൊടുത്തിട്ടാകുമ്പോൾ ഒക്കെ ഒന്നും വേണ്ട. ഒക്കെ ഗ്യാസ്ട്രിക് കഴിഞ്ഞ് നൈറ്റിൽ പിന്നെ നൈറ്റെല്ലാം തിന്നിന്. ഇന്ന് മോർണിംഗിൽ പിന്നെ എന്ത് തിന്നാൻ കേൾക്കുന്നില്ല, ഒരു ഗ്യാസ്ട്രിക് പോലെ എന്തോ ആയിന്. അങ്ങനെ ഇപ്പം നോക്കണം, വേറെ എന്തെങ്കിലും ആക്കിയിട്ട് കൊടുത്തിട്ട് നോക്കണം, അത് തിന്നുന്നാളാണെന്ന് നോക്കണം. ഇനിയിപ്പം എൻ്റെ ഉച്ചത്തെ പണിയുണ്ട്. അപ്പോൾ ഉച്ചക്കൊരു കറി ചോറും പിന്നെ മസാല എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മുന്നേ നിങ്ങളെല്ലാം കൂടി മുണ്ടിട്ട് പോകാമെന്ന് തെറ്റി ഞാൻ വന്നാൽ ശരി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉച്ചത്തെ പണിക്ക് പോവാം. അവളൊക്കെ ഇരുന്നിട്ട് കളിക്കുന്നതാ. അനാ ദീദിട്ട് കളിക്കരാമാ. അനാ ദീദിരങ്ങളിട്ട് കളിക്കരാമാ. ഉഗ്ഗതിണ്ടിട്ടില്ല കാലി പയറ്. എന്നിട്ട് എന്ത് തിന്നാൻ കേൾക്കുന്നില്ല. എനിക്കതിൻ്റെ ടെൻഷനാണ്. എന്തേലും തിന്ന് ഞമ്മക്കൊരു സമാധാനം. ബൈക്ക് നോക്കൂ, ബൈക്ക് വേണ്ടതാണ്. പൈച്ചിട്ട് പഠിക്കുന്നു, ബൈക്ക് തിന്നില്ല. സിസ്റ്റേഴ്സ്മാരെ കിട്ടിയിട്ട് ഭാരി കൊസ്സിയാണ് എനിക്ക്. കിടാനവർക്ക് ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ കൂളറും വെച്ചിട്ട് ഇളക്കി. ഫാൻ്റെ കാറ്റ് മതിയാകുന്നില്ല.
അങ്ങനെ കിടാൻ അവർക്കിരി വന്നിട്ട് ഞാൻ ഉച്ചത്തെ പണിക്ക് റെഡിയാക്കി കൊണ്ടുണ്ടു. ഇറച്ചിൻ്റെ കറിയാക്കാന്ന്. കറിയെന്നല്ലെങ്കിൽ ഞാൻ അരച്ച് കൂട്ടുന്നില്ല, പൊടി ഇട്ടിട്ടാക്കാന്ന്. അങ്ങനെ നീർലി ടൊമാറ്റോ എല്ലാം കട്ടാക്കിയിട്ട് ഞാനിപ്പോൾ ഫ്രൈ ആക്കാനൊന്നുമില്ല. ഞാൻ ചില നല്ല പസമുണ്ട് ഇറച്ചിൽ. അപ്പോൾ ഞാൻ അങ്ങനെ കുക്കർക്ക് അങ്ങനെ ഇട്ടിട്ട് വെക്കുന്നു. നീർലി ടൊമാറ്റോ എല്ലാം നല്ല ഞോണ്ടിട്ട് അതിൽക്കന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ എല്ലാം ഇട്ടിട്ട് വെക്കുന്നു. ഇറച്ചി അങ്ങനെ വേഗം വെക്കുന്നത്. അതില്ലെങ്കിൽ കിടാൻ കുറച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം എന്ത് പൊടിയൊന്നും ഇടുന്നില്ല. ഇപ്പം മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കുന്നു. ഞാൻ വേവിച്ചിട്ട് വെക്കാന്നിട്ട് റെഡി ആയിക്കൊണ്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഉപ്പ് തന്നെ കിടാനെടുത്തങ്ങ് ചോണ്ട് ചോറ് വയ്ക്കുന്നല്ലേ. അതിൻ്റെ പിന്നെ പൊടിയെല്ലാം ഇട്ടിട്ട് പഴപ്പിക്കാമെന്ന്, മസാല പൊടിയെല്ലാം ഇട്ടിട്ട് ഈസി ആക്കാൻ നോക്കുന്നു പണി. അങ്ങനെ കുറച്ച് ബദാമും ഈത്തപ്പഴം എല്ലാം ഇട്ടിട്ട് ചുട്ടാണെങ്കിൽ ഞാൻ ഒരു നനച്ചിട്ട് വെക്കുന്നു. ഇത് അസർക്ക് കൂടി അവർക്ക് കിടാക്കൊക്കെ കൊടുക്കാമെന്ന്. അനക്കും നല്ല അത് ഇപ്പടി പേസ്റ്റാക്കിയിട്ട് മിക്സിയിലടിച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് തിന്നും കൊടുത്തെങ്കിൽ ഒരു ജ്യൂസ് പോലാക്കിയിട്ട് ഇത് അതിലേക്ക് ഒരു നേന്ത്രപ്പഴക്കനെ ഞാൻ വേവിച്ചിട്ട് വെക്കുന്നു. അതിന് പിന്നെ എൻ്റെ മസാലേൻ്റെ പണിയൊക്കെ ഞാൻ കഴിഞ്ഞ് എൻ്റെ കായ്മുളകും ഇതെല്ലാം ഇട്ടിട്ട് അരച്ചിട്ടെല്ലാം വെക്കാം. നാളത്തെ മസാല റെഡി ആവണമല്ലേ. കൊത്തമ്പരി എല്ലാം ഇട്ടിട്ട് ബഡ്സപ്പൂ എല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് വെക്കാം. എന്നിട്ട് ഞാൻ അതിനാക്കിക്കൊണ്ടുണ്ടു നാളെ ഈസി ആവണം ചൊല്ലിയിട്ട്. തേങ്ങയ്ക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട് അരച്ചിട്ട് വെച്ച് ഞാൻ. പിന്നെ ഇത് ഞാൻ വോയിസ് ഓവർ കൊടുത്തോളൂ. ഇപ്പം നടുവിൽ കിടാൻ്റെ കളിയെല്ലാം കേൾക്കും. ഞാൻ ചെല്ലെങ്കിൽ ഇപ്പോൾ കിടാവ് ഉറങ്ങിയ ടൈമിലാക്കിയത് ഇഞ്ചി വെള്ളി പേസ്റ്റും ആക്കി. അങ്ങനെ നോക്കുമ്പോഴേക്ക് എൻ്റെ പുറത്തത്തെ പണിയെല്ലാം നടന്നുകൊണ്ടുണ്ട്. ഇവിടെ അടിച്ചെടുത്തോണ്ടല്ലോ ഉള്ളാളോ. അതെനക്ക് ഈസിയായി ഒരു പേടി. ഞാനങ്ങനെ എനിക്ക് പണി കിട്ടിയില്ല അടിച്ച് ക്ലീൻ ആക്കാനല്ല. വന്നാക്കിയാൾ വരൻ്റെ പണിയെല്ലാം അങ്ങനെ ഒരു ടി വി നോക്കിക്കൊണ്ടുണ്ട് ഉള്ളിലിരുന്നിട്ട്. അങ്ങനെ ഇറച്ചിൻ്റെ കറി റെഡിയായി. ഞാൻ അതിലൊന്ന് കൗക്കിടാണ്ട് വെട്ടി എടുത്തിട്ട് ബാക്കിയുള്ളതിലേക്ക് പൊടിയെല്ലാം ഇട്ടിട്ട് പഴപ്പിച്ചിട്ട് അതിലേക്ക് കൊത്തമ്പരി ചുപ്പെല്ലാം ഇട്ടിട്ട് റെഡിയാക്കി ചോറ് കൊടുക്കാമെന്ന് പിള്ളേർക്ക്. നേരെ ഉച്ചയായിപ്പോൾ. അങ്ങനെ ഇപ്പം ചോറ് ഇട്ടുകൊണ്ടുണ്ട്. ഞാൻ ഇനി ചോറ് കൊടുക്കാൻ പോകുന്നതിന് ഒരു ടി വി നോക്കിയിട്ട് തന്നെ ചോറ് വയ്ക്കുന്നതെന്നില്ലേ. അങ്ങനെ അവിടെയൊക്കെ തന്നെ കൊണ്ടുപോയിട്ട് കൊടുക്കാമെന്ന്. അവർ ഇവിടെ ഇരുന്നിട്ട് ചോറ് വയ്ക്കുമല്ലേ എന്ന് അങ്ങനെ ചോറ് ഇട്ടുകൊണ്ടുണ്ട്. ആനൻ്റെതായി ആനൊക്കെ ഞാൻ ചോറ് വെച്ച് കൊടുത്തു. അവൻ എണിച്ചാവോ ഉച്ചൻ്റെ ചോറിൻ്റെ ടൈമൊക്കെ എണിച്ച്. അങ്ങനെ പിന്നെ ഞാൻ ചോറ് തന്നെ കൊടുത്തോക്കും. ചോറെല്ലാം വെച്ചിട്ട് കളിച്ചുകൊണ്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അതാ തുണിയെല്ലാം ഇട്ടിട്ട് പാഞ്ഞിട്ട് കളിക്കുന്നത്. അങ്ങനെ ഒരു ചോറ് വെച്ചുകൊണ്ടുണ്ട് ടി വി നോക്കിയിട്ട്. ഇരുന്നിട്ട് തുണിയിട്ട് കളിക്കുന്നത് അതിൽ പാഞ്ഞുകൊണ്ടും. രണ്ട് ചോറ് വെച്ച് സുബൈന്ന് പിന്നെ എന്തില്ല ഞാൻ അങ്ങനെ ഇപ്പോൾ രണ്ട് ചോറെല്ലാം വെച്ചാവും. അങ്ങനെ ഉപ്പത്തണ്ണിയിൽ കൊടുത്തു ഞാൻ ഇറച്ചിൻ്റെ. അങ്ങനെ അതിന് തിന്നിട്ട് കളിച്ചുകൊണ്ടിരുന്നിട്ട് തുണി ഫുള്ള് ബന്ധാക്കിയിട്ട് കവറാക്കി. ഭയങ്കര ഇഷ്ടമാക്കും തുണി ഇട്ടിട്ട് കളിക്കുന്നതെന്നല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നതിനെ ഇട്ടിട്ട് നമ്മൾ എടുത്തെങ്ങും പിന്നെ കരയുന്നു. അതിലേക്ക് വേണമായിട്ട് ഞാൻ എടുക്കുന്നില്ല കളിക്കട്ടെന്ന്. അങ്ങനെ അസർ നേരം ഞാൻ അവർക്ക് നേന്ത്രപ്പഴം പിന്നെ ഡേറ്റ്സും പിന്നെ ബദാം അടിച്ചിട്ട് കൊടുത്തു ഞാൻ കുടിക്കാനായിട്ട്. പിന്നെ എഗ്ഗ് ഞാൻ ബോയിലാക്കി വെച്ചിട്ടുണ്ടായി അതും കൊടുത്തു ഞാൻ അവർക്ക്. അങ്ങനെ അതിനെ കുടിച്ചോണ്ടിരുന്നവർ. പിന്നെ എൻ്റെ അനക്ക് ഞാൻ കുറച്ചും ബായിക്ക് കൊടുക്കുന്നു പോയി. പായം തുടങ്ങി അതിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക, കമൻറ്റ് ആക്കുക. ബൈ.